ഹലോ നമസ്കാരം, വെൽക്കം ടു സരീസ് വ്ളോഗ്. കുറച്ച് ദിവസത്തേക്ക് എൻ്റെ പെറ്റ് പീനട്ട് അവൻ്റെ പെറ്റ് ബോർഡിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്കിവിടെ പെറ്റ് ക്യാബ് സർവീസ് ഉണ്ട് ബാംഗ്ലൂർ. അവർ വന്നിട്ട് അവനെ പിക്ക് ചെയ്ത് അവിടെ ഡ്രോപ്പ് ചെയ്യും. തിരിച്ചു വന്ന് ഞാനൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. അഞ്ജു, ഇതെൻ്റെ ഹൃദയം സൂക്ഷിപ്പ് പരിപാടി ചെയ്ത എൻ്റെ ഫ്രണ്ട് അഞ്ജു. അപ്പോൾ അഞ്ജുവിനോട് ഞാനിങ്ങനെ പറയായിരുന്നു, കുറേ കാലത്തിന് ശേഷം ഞാൻ വീഡിയോ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ വിചാരിച്ചു എന്ന്. അപ്പോൾ അവൾക്ക് എൻ്റെ സ്വഭാവം അറിയാം. ഞാനിങ്ങനെ തുടങ്ങുന്നതും ഇൻകൺസിസ്റ്റൻസിയും ഐ സ്ട്രഗിൾ വിത്ത് ഇൻകൺസിസ്റ്റൻസി എന്ന് അറിയുന്ന ഒരാളായതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു, അഞ്ജു ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ റെഗുലാരിറ്റി എൻ്റെ മൂഡ് ചില സമയം ലോ ആകുമ്പം അത് ചെയ്യണോ വേണോ, പോസ്റ്റ് ചെയ്തതിന് ശേഷം വേണമായിരുന്നോ എന്നൊക്കെയുള്ള അൺനെസസറി തോട്ട്സ്. നീ പറ. പറടി. ഇവിടെ മൊത്തം ഹലോ പോയോ? എന്ത് കൺസിസ്റ്റന്റ് ആവാൻ ഇല്ലെങ്കിലോ എന്നുള്ള ഫിയർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ആ വീഡിയോയിൽ എവിടെയും ഞാൻ കൺസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ആരോടും പ്രോമിസ് ചെയ്തിട്ടില്ലല്ലോ. ഓൾറെഡി പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ആണെന്ന്. അപ്പോൾ അതൊരു പ്രശ്നമേ അല്ല. കാരണം എന്താ പറയുക, ഒരു ലൈഫും ഇപ്പം ചില റീൽ വീഡിയോസിൽ ജസ്റ്റ് 1 മിനിറ്റോ 2 മിനിറ്റോ കാണുമ്പം ലൈഫ് ഇസ് വെരി പെർഫെക്റ്റ്. എല്ലാ ദിവസവും ഒരു റുട്ടീൻ കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം പറ്റൂലല്ലോ. അത് പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒരു പ്രശ്നം വലിച്ചെടുത്തോണ്ട് വരുന്ന എന്നെ പോലുള്ളവർക്കും ഒന്നും ഒരിക്കലും ഒന്നിലും കൺസിസ്റ്റന്റ് പറ്റില്ല. ബിക്കോസ് നമ്മൾ മിക്കവാറും ഒക്കെ വെളിയിലിരിക്കുന്ന എല്ലാ പമ്പിനും എടുത്ത് തലയിൽ വെക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് നമുക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആവാനൊന്നും പറ്റില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ ആർക്കും പ്രോമിസും ചെയ്തിട്ടില്ല നമ്മൾ നാളെ തൊട്ട് ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുമെന്ന്. ഓക്കെ, ഈവൻ ഇൻ ദ ലാസ്റ്റ് വീഡിയോയിൽ ഇപ്പോൾ പറയുകയാണ് ഞാൻ നാളെ നെക്സ്റ്റ് ഡേയിൽ കാണിക്കാൻ പറ്റും. നെക്സ്റ്റ് ഡേയിൽ ചിലപ്പോൾ കാണിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതാണ് സത്യം. അതാണ് റിയാലിറ്റി. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മളിപ്പോ വ്ളോഗിങ് ചെയ്യുന്നത് നമ്മൾക്ക് വലിയൊരു വ്ളോഗർ ആവാൻ വേണ്ടിയും വേൾഡ് ഫേമസ് ആവാൻ വേണ്ടിയും ഒന്നും അല്ലല്ലോ. നമ്മളുടെ ലൈഫ് റെക്കോർഡ് ചെയ്യാൻ വി നോ ഇത് എന്തൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിലും ഇത്രയും ഒരു ഹാപ്പനിങ് ലൈഫ് വേറെ ആർക്കും കാണില്ല ഇതുപോലെ. ബിക്കോസ് ഇത്രയും സംഭവങ്ങൾ സംഭവിച്ചിട്ട് പോവാനും ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു ലൈഫ്, ഐ തിങ്ക് ചേച്ചിയുടെ ഇപ്പോൾ മിക്കവാറും ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം എന്നെയും കണക്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അതായത് മേ ബി ഒരു 5 മിനിറ്റ് കോൺവെർസേഷനിലാണെങ്കിലും ആ 5 മിനിറ്റിൽ ഒത്തിരി ഇൻഫർമേഷനാ അത് സത്യമായിട്ടാ, ഓൺ ഡിഫറെന്റ് ടോപ്പിക്സ്. അതെന്താണെന്നറിയാവോ, ഈ ഒരു 46 വയസ്സിലെ കൊച്ചു പ്രായം കൊണ്ട് മാറ്റി വെച്ചാൽ ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാം പോയി കൈയിട്ടിട്ടുണ്ട്. അത് കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ കൈയിട്ടിട്ടുണ്ട്, എല്ലായിടത്തുനിന്നും എല്ലാം അറിയാം. അപ്പൊ ഇത്രയും വലിയ വിവരമുള്ള അനുഭവ സമ്പത്തുള്ള ആരും കാണൂല. അപ്പൊ അങ്ങനെ ഒരാളുടെ വീഡിയോ കാണുക, അല്ല അങ്ങനെ ഒരാളിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻ കിട്ടുക. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് കുക്കിങ്ങിനെ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അയാള് കൺസിസ്റ്റന്റ് ആയി അങ്ങനെ കൺസിസ്റ്റന്റ് ആയി വൺ തിങ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് വലിയ അസൂയയുടെ ആവശ്യമൊന്നുമില്ല. കാരണം അവർക്ക് അനുഭവ സമ്പത്തില്ല.
അവർക്ക് കുക്കിംഗ് മാത്രമേ അറിയുള്ളൂ. പക്ഷെ കുക്കിംഗ്, ട്രാവല്, ഡാൻസ് എന്തെല്ലാം ആണ്. ഉം. ല്ലേ? ശ്ശോ, എനിക്ക് മോട്ടിവേഷൻ വന്നില്ലേ? വയ്യ. എന്റെ തല മേലെ അടിച്ച് അപ്പൊ അതാണ് നമുക്ക് നമ്മുടെ പ്രത്യേകത. പൊങ്ങിട്ട്. ഏത് ടൈപ്പ് ഓഫ് ആൾക്കാർ നമ്മളുടെ മുമ്പിൽ വന്നിരുന്നാലും നമുക്ക് സംസാരിക്കാൻ പറ്റും. എല്ലാത്തിനെയും കുറിച്ച് നമുക്കറിയാം. കാരണം നമ്മൾ സംസാരിക്കുന്ന ബുക്കിൽ വായിച്ച വിവരമല്ല, നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ അനുഭവത്തിലൂടെയാ. മനസ്സിലായില്ലേ? ഇതാണ്. ശ്ശോ, നീ എന്നെ എനിക്കിപ്പത്തെ ഈ മോട്ടിവേഷനിൽ ഞാൻ ഡെയിലി 4 വീഡിയോസ് അല്ല, ഞാൻ പറഞ്ഞത് ഇനിയിപ്പം സ്പീക്കിംഗ് വീഡിയോ എല്ലാ ദിവസവും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വീഡിയോ ഇട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് പറയാ, ഇന്നലെ പറ്റിയില്ല. ഐ വാസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ്, എനിക്ക് പറ്റിയില്ല, ഉം. ഇപ്പൊ വേറൊരു ദിവസം ഇട്ടു. സോ കാരണം ഇവിടെ വരുന്നവര് എന്താ പറയാ, റിയൽ ലൈഫ് കാണാൻ, അതായത് ഒരു കവറപ്പ് ഇല്ലാത്ത ലൈഫ് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദേ ക്യാൻ സീ യുവർ വീഡിയോ. അപ്പൊ നമുക്ക് ഈ തോൽവി ഡിസ്കസ് ചെയ്യാം. ഞാൻ ജീവിതത്തിൽ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്ത് പിന്നെ അതിൽ തോറ്റ്, പിന്നെയും സെറ്റ് ചെയ്ത് പിന്നെയും തോറ്റ് എഴുന്നേറ്റ് നടക്കുന്ന ആളാണ്. പക്ഷെ എൻ്റെ ആകെ ഞാൻ പ്രൗഡായിട്ടുള്ള കാര്യം എന്താ പറയുക, എത്ര തോറ്റാലും ഞാൻ പിന്നെ എണീറ്റ് പുതിയ സാധനം ട്രൈ ചെയ്യും. ഇപ്പൊ ഞാൻ കണ്ടില്ലേ, ഈ സാധനം, ഈ വെട്ട സാധനം ഞാൻ തിരിച്ചു വന്ന് കുത്തിപ്പോക്കാൻ വരെയുള്ള ധൈര്യം എനിക്ക് ഉണ്ട്. ഇല്ലേ? ആ, അങ്ങനെ ഇരിക്കണം. ഇതില്ല, അത് പോയി. അത് ഉണ്ടായിരുന്നു ഒരു കാലത്ത് കേട്ടാ. പക്ഷെ അത് പോണം. അത് പോയാലോ നല്ലത്. അങ്ങനെ എന്താ പറയാ, ഹാപ്പനിങ് ആയിട്ടുള്ള ലൈഫ് ഭയങ്കര നല്ലതാ. ഒന്നും ചെയ്യാണ്ട് ഒരേ കാര്യം ചെയ്ത് എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ അടിച്ചിരിക്കാന്നില്ലല്ലോ. സംതിങ് ഇസ് ഹാപ്പനിങ് എവറി ഡേ. ദാറ്റ്സ് ഗുഡ്. നീ വരുന്ന തിരുവനന്തപുരത്തേക്ക്? ഒന്ന് തിരുവനന്തപുരത്തോട്ട് പോയിട്ട് വരാം. നിങ്ങൾ എങ്ങനെ പോണേ? ബസ്. അതുകൊണ്ട് ഞാൻ വരില്ല, എനിക്ക് ഛർദ്ദിക്കുന്നു. അതെയോ? ഞാൻ 15 കൊല്ലത്തിന് ശേഷമാണ് ഈ ബസ്സിൽ പോകുന്നത്. പക്ഷെ നല്ല ബസ്, ഇപ്പത്തെ പണ്ടത്തെ പോലത്തെ ബസ്സല്ല, ഇപ്പൊ നല്ല ബസ്സസ് ഉണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ അതിന്റെ ഒരു സന്തോഷം. യെസ്, ഞാൻ ആക്ച്വലി അത് ലുക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് തിരുവനന്തപുരം വിശേഷങ്ങൾ കുറച്ചൊക്കെ നമ്മൾ കാണിക്കാം. റോഡ് ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചേക്കണേ. നല്ല റോഡ്, ഭയങ്കര വൈഡാ, നല്ല നല്ല സ്ഥലവാ. പിന്നെ അവിടുത്തെ ഈ മഹാബോളി എന്ന് പറഞ്ഞൊരു സാധനം അറിയാം? ബോളിയില്ലേ, ബോളിയും പായസവും. നമ്മള് ഞാൻ കണ്ണൂരുകാരിയായോണ്ട് എനിക്ക് അതൊന്നും നമ്മുടെ നാട്ടിലില്ല. ഇവരെ സദ്യയിൽ ഈ സാധനം ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ എനിക്കൊരു അറിവായിരുന്നേ. ബോളി എന്ന് പറയുന്നത് ആ ഒരു റൗണ്ടില് മഞ്ഞ കളറിൽ ചപ്പാത്തി പോലത്തെ ഒരു സാധനം, അതിന്റെ മേലെ പായസം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത്. അപ്പൊ അമ്പലത്തിന്റെ തൊട്ട് പുറത്ത് തന്നെ മഹാബോളി എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അവിടെ പോയി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയപ്പം നല്ല കഴിച്ചതാ. നാളെ കൂടെ ട്രാവൽ ചെയ്യാനിരിക്കുന്ന ആൾക്കാർ ഭയങ്കര ഹാപ്പനിങ് ആൾക്കാരാണല്ലോ. അതിലും വ്യത്യസ്തമായ എനർജി ലെവൽസ് ഉള്ള ആൾക്കാരല്ലേ. ഇന്നലെ പറയായിരുന്നു, പിന്നെ മോഹിനിയാട്ടം പഠിച്ചാല് നമ്മൾ കുറച്ചുകൂടെ കാംനെസ് വരും ബോഡിയിൽ, അല്ല സംസാരമൊക്കെ കാമാവുന്നു. അപ്പോൾ അത് സൗമ്യക്കത് നല്ലതാന്ന് പറഞ്ഞ. അപ്പം എനിക്ക് സംശയം തോന്നി ഞാൻ നോൺ വെർബൽ ആയി പോവോന്ന്. തീരെ സംസാരമില്ലാണ്ട്. ആക്ച്വലി ചേച്ചിന്റെ കാര്യം പറയട്ടെ. ചേച്ചിക്ക് മോഹിനിയാട്ടം ഭയങ്കര ഉള്ളിന്ന് മാച്ച് ചെയ്യും. ബിക്കോസ് മോഹിനിയാട്ടത്തിന് എനിക്ക് തോന്നി ചില മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര കാമൻ, ഭയങ്കര ശാന്തമായിട്ടുള്ള റെസ്പോൺസസ് ഇല്ലേ, ആ ഒരു പോർഷൻസ് ഒക്കെ വരുമ്പം ഭയങ്കര എലഗന്റ് കാണാൻ വേണ്ടി. എന്ന് വെച്ചാല് പിന്നെ ബോഡി മൂവ്മെന്റ് മോഹിനിയാട്ടത്തിന്റെ ചേച്ചിക്ക് അത്ര ടഫ് അല്ല. എന്താണെന്നറിയാവോ, ചേച്ചി ഓൾറെഡി ഭയങ്കര ശാന്തമായിട്ടാ നടക്കുന്നത്. അതുകൊണ്ട് വലിയ അതൊക്കെ ഉള്ളിന്ന് വരുന്ന സാധനം ഭയങ്കരമായിട്ട് മോഹിനിയാട്ടത്തിലുണ്ട്. ഞാൻ ഇന്നലെ പിന്നെ സൗമ്യ, എൻ്റെ ഗുരുവിന്റെ പേര് സൗമ്യാണ്. നമ്മൾ രണ്ടുപേരെയും ഫ്രണ്ടും കൂടെയാണ്. അല്ല, ആള് ഭയങ്കര ആർട്ടിസ്റ്റ് ആട്ടോ. അപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇന്നലെ പിന്നെ അഭിനയമില്ലേ, ഓരോരോ പാർട്ടിൽ ഇങ്ങനെ അഭിനയവും മുദ്രയൊക്കെ പഠിപ്പിക്കുന്നു. ഞാനൊരു 3 ഡെക്കേഡ്സ് ആലോചിക്കണം, 3 ഡെക്കേഡ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ രണ്ടാമത് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നത്. എനിക്ക് മുദ്രയൊന്നും ഓർമ്മയില്ല. അപ്പം ഞാൻ അവളിപ്പോൾ ഒരു സാധനം കാണിച്ചു തന്നാൽ ഞാൻ അത് പഠിക്കുന്നത് എങ്ങനെ അറിയാം? ഓക്കെ, ഇങ്ങനെ ചെയ്തു, പിന്നെ ഇങ്ങനെ ചെയ്യണം, പിന്നെ ഇങ്ങനെ ചെയ്യണം,
പിന്നെ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ഓരോരോ മുദ്രയായിട്ട് 1, 2, 3, അങ്ങനെ 4, അങ്ങനെ പഠിച്ചു വെക്കുന്നത്. എനിക്ക് ഇന്നും ഫ്ലോ വന്നിട്ടില്ല. അത് സമയം ഒരുപാട് വർഷങ്ങൾ പ്രാക്ടീസിലല്ലേ അത് വരുള്ളൂ. അപ്പം ഞാനതിങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ സൗമ്യ പറഞ്ഞു ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ അത് അതൊരു ഫ്ലോയിലെടുക്കാൻ എനിക്കത് വരുന്നില്ല. ഞാൻ ഭയങ്കര കോമഡി ആവുന്നത്. ഐ എം ലിറ്ററലി സ്ട്രഗ്ലിങ്. ഞാൻ ഒരു ഡാൻസറും അല്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഐ എം സീറോ. പക്ഷെ എനിക്ക് 46 വയസ്സായി. ഇനി എനിക്ക് പറ്റൂല. ഇനി ഞാൻ പണ്ടത്തെ പോലെ മേക്കപ്പ് ഇട്ടപ്പം കൂടെ എനിക്ക് തോന്നിയിട്ടാ. ഞാൻ ഒരു സ്റ്റേജ് ചെയ്തു. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ലുക്കല്ല ഇപ്പം ചെയ്യുമ്പോൾ. തടി കൂടിയിട്ടുണ്ട്. ആ ഒരു ഏജിന്റെ ഈവൻ ദോ ഏജ് ഈസ് ഗ്രേസ്ഫുൾ, പക്ഷെ നമുക്ക് അതിനോടൊരു പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാല് മുട്ടിച്ചെറുത്ത് വേദനയുണ്ട്, നടുവേദനയുണ്ട്. പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ ആൻഡ് വൺ തിങ് അബൌട്ട് ഇവള് സൗമ്യന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഒരു അക്കാഡമിയിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇതും കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഒരു സ്റ്റേജ് പെർഫോമൻസസ് കിട്ടൂല. അപ്പം ആ ഒരു കണക്കിന് ഇന്ന വേ ഇപ്പം നമ്മളെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ചെറുപ്പത്തിൽ ഒരു ചെറിയ ഒരു കുഞ്ഞു പ്രായത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരത് പഠിച്ച് തറവായി ഭയങ്കര സംഭവമായിട്ട് വേണമല്ലോ സ്റ്റേജിൽ കയറാൻ വേണ്ടി. ദാറ്റ് ഈസ് അബൌട്ട് ദം. ആൻഡ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി, ഹാപ്പിനെസ്സിന് വേണ്ടി. ആൻഡ് ഇൻ ദാറ്റ് വേ അവള് ചെയ്യുന്ന ഭയങ്കര ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റേജ് ഇത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഫസ്റ്റ് ഓഫ് ഓൾ റെസ്പോൺസിബിൾ സ്പിരിറ്റ് വരും. ആ ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ ആ സ്പിരിറ്റ് വരും. ആൻഡ് ദാറ്റ്സ് റിയലി ഗുഡ്. അത് സ്പന്ദനേന്റെ ഒന്ന് മെൻഷനും ചെയ്തു. ആരെങ്കിലും വീഡിയോ ബാംഗ്ലൂരുള്ളവരാണെങ്കിൽ സ്പന്ദന ഡാൻസ് അക്കാഡമി നമ്മളെ സൗമ്യ സ്റ്റാർട്ട് ചെയ്ത സ്കൂളാണ്. സൗമ്യയും രജിതയും കൂടെ വേറൊരാളും കൂടി ഉണ്ടല്ലേ ഓണർ ഡെസിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വെസ്റ്റേൺ പഠിപ്പിക്കുന്നത്. ഇവരുടെ ഏറ്റവും അടിപൊളി സംഭവം എന്താന്ന് വെച്ചാല് ഇവര് എത്രയാ വീഡിയോസും എത്രയാ ഫോട്ടോസ്. ഈ പെണ്ണുങ്ങൾക്കാണെങ്കിൽ നോർമലി നല്ല സാരിയും ആ മേക്കപ്പും ആ ഒരു അവരുടെ ശരിക്കും ആ സൗന്ദര്യം എടുത്ത് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ. അതിനുള്ള എല്ലാ നല്ല ഓപ്പർച്യൂണിറ്റിയും ഹൂ എവർ ജോയിൻസ് അല്ലേ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഒരു ഏജ് നമ്മൾ കുട്ടികളെ പോലെയല്ല. 40 എല്ലാം കഴിഞ്ഞ് വിമൻ വെൻ യു ഗോ ബാക്ക് ടു ദ ആർട്ട്. ഇപ്പം ഞാനൊക്കെ 15 വയസ്സ് വരെയൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം ഞാൻ വിട്ടല്ലോ. സോ നമ്മൾ പിന്നെയും സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച് ആണ്. പിന്നെ നമുക്ക് ബോഡി ചേഞ്ചായി, മൈൻഡ് ചേഞ്ചായി. മൈൻഡ് ചേഞ്ച് ആവുന്നത് ചെറിയ കുട്ടികളുടെ മനസ്സും ഒരു എക്സ്പീരിയൻസ്ഡ് 40+ വുമൻ്റെ മനസ്സിലും അതിൽ ചില പോസിറ്റീവ് ക്വാളിറ്റീസും കൂടെ ഉണ്ട്. നമ്മൾ ലൈഫ് അറിഞ്ഞല്ലോ. നമുക്ക് ഓരോ ഭാവവും കാണിക്കുന്നത് ആ ഭാവം എന്താണ് ലൈഫിൽ നമ്മൾ ഓൾറെഡി അറിഞ്ഞു. അപ്പൊ അത് നമുക്ക് ഫീൽ ചെയ്ത് അപ്പൊ അത് ഒരു പ്രണയവും കാണിക്കുന്ന വായ്നോട്ടം ആണെങ്കിൽ എനിക്ക് റിയലി റിലേറ്റ് എല്ലാ ഏജിലും റിലേറ്റ് ചെയ്യാൻ പറ്റും വായ്നോട്ടം. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ വയസ്സാവും തോറും ഏജ് കൂടി ഇപ്പം 50 ആവും, 60 ആവും, 70 ആവും. ഓൾറെഡി ഞാനൊക്കെ മറക്കാൻ തുടങ്ങി. ചില കാര്യം ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നത് എന്തിനാ ഞാനിവിടെ വന്നതെന്ന്. ചില കാര്യം മറന്നു പോന്നു. പണ്ടൊന്നും അങ്ങനെ മറവിയൊന്നുമില്ല. നമ്മളെ ബ്രെയിനിന് എപ്പോഴും ഇല്ലേ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഇറ്റ്സ് വെരി ഗുഡ്. നമ്മളെ ബ്രെയിനിനെ ആക്റ്റീവ് ആക്കാനും പുതിയ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഈസ് അബൌട്ട് ദാറ്റ് ഓൺലി. നമ്മൾ നമ്മുടെ മൈൻഡിനെ നമ്മളെ തോട്ട്സിനെ മാറ്റാൻ പറ്റും നമുക്ക്. ഇറ്റ്സ് പോസിബിൾ. അപ്പോൾ അത് ഓരോന്ന് പഠിക്കുമ്പോൾ മുമ്പിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിൽ മറവി കുറെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഹെൽത്തി ലൈഫിനെ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതെ, എനിക്ക് കൊച്ചു വിളിക്കുന്നുണ്ട്. ഷി ഹാസ് ടു ഗോ. ഞാനിവിടെ വർത്താനം പറയാനിരുന്നു കഴിഞ്ഞാൽ ചേച്ചിനെക്കാട്ടിലും പോലെ ചായ കൂടെ തരട്ടെ? വേണ്ട, പ്രായമല്ലേ, പണ്ടത്തെ പോലെയാണോ? എനിക്കായിട്ടില്ല, ഇതെന്നെക്കാളും 10 വയസ്സ് ചെറുതാ. ശരി, ചെറിയ പിള്ളേരെ കൂടെ കൂട്ടുകെട്ട് എന്നെ പാട്ടാക്കില് വളരെയധികം സന്തോഷം.
ഇതുപോലെ ഇനിയും വീഡിയോസിൽ എനിക്ക് പാട്ടാവാൻ പറ്റട്ടെ, എന്നെയും സിനിമയിൽ എടുക്കട്ടെ. ശരി. അപ്പോൾ നന്ദി, നമസ്കാരം. ഇവളെ പറഞ്ഞു വിടട്ടെ, ബാക്കി നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ബൈ. ശരി എന്നാ. എൻ്റെ മറ്റേ വെള്ളമുണ്ട്. ഒരു കുരങ്ങനും കുറേ കാക്കകളും. എന്താ പുതിയത്? നമ്മള് തിരുവനന്തപുരത്ത് എത്തി. എന്നിട്ട് ഇവിടെ ഡ്രസ് ചെയ്യാന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിട്ട്. എവിടെ നമ്മൾ പോന്നടാ? ഈ പൊട്ടുകളൊക്കെ പുതിയ എന്റെ നോളജിൽ പുതിയ പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇതാ ആമസോൺ എന്നുള്ള പൊട്ട് ബുക്ക് കണ്ടോ? പിന്നെ മറ്റു സാധനം കാണിക്കും. ഇത് റെനയുടെ ലിക്വിഡ് കുങ്കുമം. ഇത് എനിക്കൊന്ന് വെച്ചേരോ? ആ, ഒന്ന് വെച്ചോ. പൊട്ടാണോ വെക്കണ്ടേ? ആ, പൊട്ട്. പൊട്ട് ബുക്ക് ചെയ്യുന്ന പൊട്ട് വേണ്ട. ഇല്ല, എനിക്ക് കുങ്കുമം ഇഷ്ടം. ട്രീറ്റ്മെന്റ് നോക്ക് റെഡിയാവാൻ വേണ്ടിട്ട്. തന്നിട്ടുണ്ട്. അതെന്താ? ഗ്ലോസ്. എടോ, അത് നിന്റെ ചുണ്ടിന്റെ കളർ തന്നെയാണ്. കുങ്കുമം തേക്കേണ്ടി വരും. കണ്ണ് പകുതി എഴുതിട്ട് വന്നാണോ? ഈ ആണുങ്ങളുടെ ഇടയിൽ നിനക്ക് എന്താണ് ഒരു കാര്യം? ഈ പെണ്ണുങ്ങളിൽ നിനക്ക് എന്താണോ ഈ വീട്ടിൽ കാര്യം എന്ന് പറഞ്ഞ പോലെ ഒരു വരി അരിച്ചു പറക്കി. അരിമണി മരിച്ചു. ഈ വീട്ടിൽ അരിമണി ഇവിടെ ഉണ്ട് പറക്കാനായിട്ട്. അവിടെ എന്തോ കാര്യമായ പരിപാടിയില്ല. വൈഫൈ കണക്ട്. അത് എവിടെയാ കഴിക്കാൻ പോന്ന? See from here 26 minutes. ഓക്കേ. ഊണ് കിട്ടുമോ? പിന്നെന്താ, കിട്ടുമായിരിക്കും. എന്തൊക്കെയാ? പായസം ഉണ്ടാവോ? എല്ലാം ഉണ്ടാവും. ബോളി അടപ്രഥമൻ സദ്യ. എനിക്ക് മെയിൻ ബോളിയാണ് കഴിക്കുന്നത്. It's a complete സദ്യ. കണ്ടോ, നിന്നോട് എല്ലാവർക്കും ഭയങ്കര ശരി, സദ്യ കഴിക്കുന്നതിന് മുമ്പ് ആദ്യം എന്താ ചെയ്യണ്ടേ? കൈ കഴുകുന്നതിന് മുമ്പ് പീലി തിരുമുടി കെട്ടി വെക്കണം. ഞാനിവിടെ സദ്യ ഇനി വരണം.
ഇഷ്ടംപോലെ കറികളുണ്ടല്ലോ. കാഷ്യൂ ഉണ്ടല്ലോ. കുറച്ച് ചോറ് മതി കേട്ടോ, മതി. പരിപ്പ്, ആഹാ, നെയ്യ് വന്നു. സാമ്പാറും പപ്പടം, പരിപ്പ്, തുടങ്ങണം. അച്ചാർ, പിന്നെ പറഞ്ഞു പിന്നെ പരിപ്പ് വന്നു, ഓലം വന്നു, കാള കുറച്ച് കുറച്ച് മതിയേ, കുറച്ച് കുറച്ച്. എന്നിട്ട് ഇത് പഴം കൂട്ടി കഴിക്കണോ? ഓക്കെ ഓക്കെ. വാഴച്ചങ്ങ അടിക്കണം. ഒരു വീഡിയോ കഴിഞ്ഞില്ലേ? പായസത്തിന് ശേഷം മോര്, രസം, ഇതെന്താ? പുളിശ്ശേരി. 4 കൂട്ടം പായസം വരാനുണ്ട്. ഒന്ന് കഴിഞ്ഞു, ഒരു കൂട്ടം കഴിഞ്ഞു, ഇനി 3 കൂട്ടം പായസം വരാനുണ്ട്. ഓക്കെ. ഓ മൈ ഗോഡ്. പപ്പടം കൂട്ടി വേണം. പരിപ്പ് പ്രഥമൻ, തട്ടാറ്. എനിക്ക് കുറച്ച് മതി കേട്ടോ. ഇതാണ് ക്യാരറ്റ് പായസം അല്ലേ? അടുത്ത പായസം സ്പെഷ്യൽ ഉണ്ടാവോ? പാൽപ്പാടയും ബോളിയും. ഓക്കെ. കുറച്ച് മതി. തിരുവനന്തപുരം സ്പെഷ്യൽ ബോളിയും പാൽ പായസവും. ഒന്ന് ഷുഗർ ഓവർലോഡ്. അയ്യോ, ബോധം പോകും. അയ്യോ. സദ്യയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോയി. അപ്പം ബാലരാമപുരത്ത് നല്ല പ്യുവർ കസവ് വേഷ്ടി മുണ്ടൊക്കെ നോക്കാനാണ് പോയത്. പ്യുവർ ഹാൻഡ്ലൂം കസവിന് അവരുടെ വില കേട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഒരു 35,000 to 40,000 മിനിമം പറയുന്നത്. പിന്നെ നമ്മുടെ പോക്കറ്റിന് ഇണങ്ങുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള സെറ്റ് മുണ്ടുകളും അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. ഈ മേലെയുള്ള ഓറഞ്ച് കരയും ഇതുള്ളതില്ലേ, അത് ടിഷ്യൂ ആണ്. അത് ഒരു 1,200 റേഞ്ചിൽ വന്നു. ബാക്കി സാധാരണ ബാക്കി കാണുന്ന കരകളുള്ളതൊക്കെ ഒരു 500-600 റുപ്പീസിനൊക്കെ ഉള്ളൂ. പക്ഷേ ഭയങ്കര വെറൈറ്റി ഫ്രിൻസ് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഫാഷൻ ഇടാം, പക്ഷെ ബ്ലൂ ആയിരിക്കും എടുപ്പ്. ബ്ലൂ എടുപ്പ്. ഞാൻ ഈ ബ്ലൂ എടുക്കണോന്ന് ആലോചിക്കും. ഇത് ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ എന്തെല്ലാം നമ്മൾ വാങ്ങിച്ചു നോക്കും. ഒന്നും വേണ്ടായിരുന്നല്ലോ. ഇതെങ്ങനെ ഉണ്ടാവും? നല്ലതായിരിക്കുമോ? വൈകുന്നേരം ഞങ്ങൾക്ക് അവിടെ ഒരു ആർട്ട് റിലേറ്റഡ് ഒരു ഫങ്ഷന് പോയി. അവിടെ സൗമ്യയുടെ അച്ഛനെ
അതൊരു ഭയങ്കര നല്ല ആർട്ടിസ്റ്റാണ് സ്വാമിയുടെ അച്ഛൻ. അങ്കിളിനെ അവിടെ ആദരിക്കുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയായിരുന്നു ഈവനിങ് സ്പെൻഡ് ചെയ്തത്. ശംഖുമുഖം ബീച്ച്. നമ്മൾ പിറകിൽ കാണുന്ന എയർഫോഴ്സിൻ്റെ എയർക്രാഫ്റ്റ് ഷെലറ്റിൻ്റെ ഹസ്ബൻഡ് ഫ്ലൈറ്റ്. അത് സാർ. ഹായ് അമ്പിളി. ഇത് കാനായി കുഞ്ഞിരാമൻ്റെ മത്സ്യകന്യക. ഉണ്ട് ഇവിടെ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ രാത്രിയുള്ള വ്യൂ നോക്കൂ, എത്ര ബ്യൂട്ടിഫുള്ളാണ്. സ്വർണ്ണ കളറിലാണ് ലൈറ്റ് ഇട്ടപ്പോൾ കാണുന്നത്. അതിന് നേരെ താഴെ നല്ല നിശ്ചലമായ വെള്ളം, നേരെ മേലെ അമ്പിളിമാമൻ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. നമ്മുടെ മേക്കപ്പ് മാൻ വന്നിരിക്കുന്നു. അപ്പോൾ വൈകുന്നേരം 7:45 പ്രോഗ്രാം നമുക്ക് ടൈമിംഗ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഫേസ് മേക്കപ്പ്, ഹെയർ മേക്കപ്പ്, പിന്നെ ഡ്രസ്സിങ് എല്ലാം കൂടെ ഒരുപാട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണിത്. പോയാൽ മതി. ഷൂട്ട് പോയാൽ മതിടാ. കയ്യില് അത് ഇങ്ങനെ എഴുതാൻ പറ്റും. ആ ഒരു ഡിപ്പിലാണ് ഒറ്റ വരയിൽ തന്നെ തീർന്നു പോകണം. എവിടെ അമ്പിളി? നമുക്കൊരു ആവശ്യത്തിന് താഴെ വെച്ചിട്ട് അതുകൊണ്ട് മസിൽ പിടിക്കാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അയ്യോ സോറിടാ. എടാ നല്ലോണം മസിൽ. ഇവിടെ ഞാൻ നമ്മുടെ കളിച്ച മ്യൂസിക് റിയൽ മ്യൂസിക് ഏതാണെന്ന് വെച്ചാൽ അത് എനിക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ട്. അപ്പോൾ വിഷ്വൽസ് മാത്രമേ എനിക്കിവിടെ ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ 4 പേരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആ ചെറിയ പണ്ട് നമ്മൾ സ്റ്റേജിൽ കയറിപ്പോൾ ഉണ്ടായിരുന്ന ആ ചെറിയൊരു വിറയലും പിന്നെ നെഞ്ചിനകത്തുള്ള പടപടപ്പും ബാൻഡടി മേളവും ഒക്കെ അനുഭവിക്കുന്നത്
രണ്ടാമത് പിന്നെയും അനുഭവിക്കുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഇതിൻ്റെ പിറകിലുള്ള ഹാർഡ് വർക്കും സ്പെൻഡ് ചെയ്ത ടൈമും എല്ലാം നമ്മളിലെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും ഒക്കെ നല്ലതാണ്. എൻ്റെ ഒരു സുഹൃത്ത്, അവൾ എന്നെ രാത്രി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ്. നല്ല ഡ്രൈവായിരുന്നു. ഞങ്ങൾ നല്ല പണ്ടത്തെ ഈ ഓട്ടോയിലൊക്കെ പാട്ടൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് ഡ്രൈവ് ചെയ്ത് വന്നു. നല്ല വീതിയുള്ള റോഡും നോക്ക്. തിരുവനന്തപുരത്ത് ട്രാഫിക്കും വളരെ കുറവ്. ബാംഗ്ലൂർ കമ്പയർഡ് ടു ബാംഗ്ലൂർ വളരെ ട്രാഫിക്ക് കുറവായിരുന്നു. ആൻഡ് 12 മണിക്കാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. 2 പെണ്ണുങ്ങൾ സീം ടു ബി വെരി വെരി സേഫ്. ആൻഡ് ഇത് അവളുടെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ ആണ്. ഒരു രാത്രി അവളുടെ കൂടെ താമസിച്ചിട്ടാണ് പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വന്നത്. നമ്മളിങ്ങനെ സൗഹൃദങ്ങൾ, പ്രത്യേകിച്ച് പെൺ സൗഹൃദങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത് വളരെയധികം നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പേഴ്സ്പെക്റ്റീവ് നൽകും. പലരുടെയും ലൈഫും അവരുടെ പേഴ്സ്പെക്റ്റീവും നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു മാറ്റം, നമ്മുടെ ഉള്ളിൽ പുതിയ ചിന്തകളും എല്ലാം വരുന്നുണ്ടല്ലോ. പിന്നെ അവിടെ ഞങ്ങളൊരു ലഞ്ച് കഴിക്കാൻ പോയി, നാടൻ റെസ്റ്റോറൻറ്റിൽ. അവിടുത്തെ ചെമ്മീൻ വറുത്തരച്ച കറിയോ നല്ല അടിപൊളിയായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് തിരിച്ചെത്തിയിരിക്കുന്നു. എങ്ങനെ ഇപ്പോൾ വെക്കണ്ടേ? ട്രിവാൻഡ്രത്ത് ലളിതാംബിക നാട്യ സംഗീത കൂടത്തിൽ ഒരു ഇറ്റ്സ് മിയർ ലക്ക് ആക്ച്വലി. അല്ലാതെ അവിടെ ഒന്നും പെർഫോം ചെയ്യാനുള്ള ഒരു എക്സ്പെർട്ടീസ് വന്നിട്ടൊന്നുമില്ല. പക്ഷേ ആസ് people who are passionate about the art, they are getting a chance to perform there എന്നുള്ള ഒരു രീതിയിലെടുത്താൽ it's a great opportunity. അപ്പോൾ എൻ്റെ ഗുരു വഴി അങ്ങനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. കുറേ പേർക്ക് പണ്ട് ഞാനും വിചാരിക്കാറുണ്ടായിരുന്നു, വിമൻ ഹു ആർ ഇൻ ലേറ്റ് 40s 50s when they go back to their dance, the makeup, the dressing of a classical dance performance, അതൊക്കെ കാണുമ്പോൾ ഇവരെന്തിനാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നതെന്ന്. അത് നമ്മൾ ആ ഒരു വേൾഡ്, ആ ഒരു തോട്ട് പ്രോസസ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നമ്മളും ആ ഒരു സ്റ്റേജിലെത്തണം എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം അവർ ആ ഒരു 20s and 30s കംപ്ലീറ്റ്ലി ഡിവോട്ടഡ് ടു ഫാമിലി, കുട്ടികൾക്ക് അവരെ വളർത്താനും അവരുടെ ഫാമിലി പ്രയോറിറ്റീസ്, കരിയർ പ്രയോറിറ്റീസിനൊക്കെ കൊടുത്തിട്ട് പാഷൻ ടേക്സ് എ ബാക്ക് സീറ്റ്. അപ്പോൾ ഇപ്പം എൻ്റെ ഡാൻസ് ക്ലാസ്സിലുള്ളത് എല്ലാം കുറച്ച് ലൈക്ക് 35+ to 46, ലൈക്ക് ഐ എം 46, ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഉണ്ട്. അവരുടെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഹൗ വി ലേണിംഗ് ഇറ്റ് സെൽഫ് ഈസ് എ വെരി എക്സൈറ്റിംഗ് പ്രോസസ്സ്. നമ്മളെപ്പോഴും ലേണിംഗ് എന്ന് പറയുന്നത് കോളേജിൽ വിടുന്ന ഒരു സംഭവമായിട്ട്, അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ അവിടെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ലേൺ ചെയ്യും. അല്ലെങ്കിൽ ഹൗസ് കീപ്പിങ്ങിനും സോ മച്ച് ഓഫ് ലേണിംഗ് ഹാപ്പൻസ്. പക്ഷേ ലേണിംഗ് ആൻഡ് ആർട്ട് ഈസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തിങ്. ലേണിംഗ് ആൻഡ് ആർട്ട് ഈസ് നോട്ട് ഫോർ എനിബഡി എൽസ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫോർ യുവർ സോൾ. അതിൽ കമ്പാരിസൺ ഇല്ല. ലൈക്ക് എന്നെക്കാളും നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ടാവാം, എന്നെക്കാളും എൻ്റെ അത്ര പോലും പ്രാക്ടീസ് എത്താത്ത ആൾക്കാരും ഉണ്ടാവും. പക്ഷേ വി ഓൾ ആർ ആർട്ടിസ്റ്റ്സ്. ആ ഒരു ഫീലില്ലേ, ദാറ്റ് ഈസ് വെരി വെരി ലിബറേറ്റിംഗ്. അപ്പോൾ ഞാൻ ഈ മോഹിനിയാട്ടം ഇപ്പോൾ രണ്ടാമത് ചെയ്യുമ്പം ഇതൊക്കെയാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ തിരിച്ചെത്തിയിട്ട് ഇപ്പോൾ ഇന്ന് രാത്രി ഇപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കഴിക്കാൻ ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കി കാണിച്ചു തരാം. ഇങ്ങനെ കാണിക്കാം.
കാണോ? ഓക്കെ, ചിക്കനും മസാലയും എല്ലാം ഇട്ട് റൈസും ഇട്ടിട്ട് കുക്കറിൽ 3 വിസിൽ. യമ്മി ആൻഡ് ബാലൻസ്ഡ്. അതിൻ്റെ കൂടെ സാലഡും കേർഡും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ദീസ് ആർ ദ തിങ്സ് ഐ റിയലൈസ് നൗ ആക്ച്വലി. എൻ്റെ കുട്ടികളിപ്പോൾ വലുതായാലും ഐ സ്റ്റിൽ ഹാവ് എ ലോട്ട് ടു മാനേജ്, മെയിൻറ്റെയിൻ. പക്ഷേ എന്നാലും ആ ചെറിയ പ്രായത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ്, അതിനിടയിൽ നമ്മുടെ പാഷനും നമ്മുടെ ആസ് എ വുമൺ ഹൗ മച്ച് വി ഇഗ്നോർ അവർ സെൽവ്സ് എന്നുള്ളത്, നമ്മളതിന് രണ്ടാമതും ടൈമും എഫേർട്ടും അറ്റൻഷനും കൊടുക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുന്നുള്ളൂ. അതുവരെ എനിക്കെന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ വി ടേക്ക് ഇറ്റ് ആസ് സെൽഫ് ആസ് ഐ കുഡ് ഹാവ് ഡൺ ദാറ്റ്, പക്ഷേ എന്താ ഞാൻ ചെയ്യാഞ്ഞ്? ഇറ്റ് ഈസ് ബിക്കോസ് ദ എനർജി സ്പെൻറ്റ് ഇൻ സം അതർ ഏരിയാസ്. ചൈൽഡ് ബെയറിങ്, ചൈൽഡ് പ്രൊട്ടക്ഷൻ, ചൈൽഡിനെ പഠിപ്പിക്കൽ, വീട് നോക്കൽ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അതിൽ നമ്മുടെ എനർജി സ്പെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ആർട്ടിനൊക്കെ എവിടെയാണ് സ്ഥലം? ചെയ്യുന്നവർക്ക് അത് ചിലർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ദേ ആർ വെരി സോർട്ടഡ് വിമൻ. ദേ ഹാവ് certainly put boundaries to their time. They will not give time to anybody unnecessarily. അവരവരുടെ ടൈമിനെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പഠിച്ചു. ദേ കെയർഡ് ഫോർ ദെംസെൽസ്. ആ സെൽഫ് കെയർ എല്ലാവർക്കും ഒരേ ടൈമിൽ വരില്ല. ചിലർ നേരത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, ചിലവരത് അപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും, ചിലർ ലേറ്റർ ഇൻ ലൈഫ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. സോ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി. എന്താ അറിയോ, ഞാൻ കണ്ണൂരാണ്, പയ്യന്നൂരിൽ നിന്നാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഹൂസ് എ ലേഡി ഓൾമോസ്റ്റ് യങ്ങർ ദൻ മീ. ഷീസ് ഇൻ ഹർ ലേറ്റ് 30s. വെൻ ഐ വെൻ ടു ഹർ ഹൗസ്, അവൾ എന്നെ ലേറ്റ് നൈറ്റ് ഒരു 12 മണി 1 മണിക്കൊക്കെ വി വർ ഡ്രൈവിങ് ഔട്ട് സൈഡ് വേളി, ശംഖുമുഖം, കടപ്പുറം. അവിടെ പോയപ്പോൾ കുറേ പെണ്ണുങ്ങൾ ഫ്രീ ആയിട്ട് നടക്കുന്നു, ഒരു പേടിയില്ല. ഫുഡ് കൾച്ചർ, നൈറ്റ് ലൈഫ് ഈസ് ഓപ്പൺ. ലൈക്ക് അവിടെ തട്ടുകടകളുണ്ട്, ഫുഡ് കഴിക്കാം, ലേഡീസിന് കറങ്ങി നടക്കാം, പിന്നെ ഒരു പേടിയുമില്ല ആർക്കും. ആ ഒരു ഫ്രീഡം ഇല്ലേ, ഞാൻ കണ്ണൂരൊന്നും അനുഭവിച്ചിട്ടില്ല. അതിപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം ഞാനും കണ്ണൂർ അധികം താമസിക്കുന്നില്ല. വല്ലപ്പോഴൊക്കെ പോകുമ്പോഴും ഞാൻ അത് കണ്ടിട്ടില്ല. പയ്യന്നൂർ ഭാഗത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇറ്റ് ഫെൽ സോ ഫ്രീ. ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് അങ്ങനെയാണ്, തിരുവനന്തപുരത്ത് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല, ഇറ്റ് ഈസ് വെരി സേഫ് എന്ന്. സോ നമ്മളെ ഫുൾ കൺട്രി അങ്ങനെ ആവട്ടെ. ആ ഒരു ഫ്രീഡം, ലെറ്റ് വിമൻ എക്സ്പീരിയൻസ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഫ്രീഡം. അപ്പോൾ തിരിച്ച് ഞാൻ എത്തിയിരിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. See you in the next vlog. Till then, take care. Bye.